ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഇരിക്കുന്നത് മനോരമ പത്രമാണ്. ഈ മനോരമ പത്രത്തിൻ്റെ ഉൾപേജിലൊരു വാർത്തയുണ്ട്. കൊല്ലത്ത് പുത്തൂർ എന്ന പ്രദേശത്ത് കല്ലടയാറിൽ 10 കിലോമീറ്റർ 64 വയസ്സുകാരിയായ നീന്തലറിയാത്ത ഒരു വനിത പുഴയിലൂടെ ഒഴുകിപ്പോവുകയും പിന്നീട് ഒരു ചെടിപ്പടർപ്പുകൾക്കിടയിൽ നിന്നും വ്യക്തി കുടുങ്ങി നിന്നെന്നും പിന്നീട് ആൾക്കാരെ അവിടെ ഒന്ന് രക്ഷപ്പെടുത്തിയതാണ്. 64 വയസ്സുള്ള ലേഡിയാണ്. അവർക്ക് നീന്താൻ അറിയില്ല. തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്നാണ്. ജോൺ ചേട്ടാ, അപ്പം ഈ 10 കിലോമീറ്ററോളം ഒഴുകി നടന്നു. ജോൺ ചേട്ടൻ അവിടെ നിൽക്കുക എല്ലാ ദിവസവും ഞങ്ങൾക്ക് അയച്ചേരാറിൽ പൊന്തി കിടക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ പത്രത്തിലും ടി വിയിലൊക്കെ കാണാറുണ്ട്. ഉത്തരേന്ത്യയിലുള്ള ദിവ്യന്മാര്, സന്യാസിമാര്, അവർ അസാധാരണമായ താപസ ശക്തി കൊണ്ട് കുറെ നേരം പൊന്തി കിടന്നു. ഇങ്ങനെ തപസ്യ ശക്തി കൊണ്ടാണോ താങ്കളും ഈ പറയുന്ന ശ്യാമള ചേച്ചിയൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടു? എന്താണ് അതിനുള്ളൊരു കാര്യം? എന്താണ് അതിനുള്ളൊരു വശം? ഇതില് യഥാർത്ഥ വിഷയം വെച്ചാലേ, മനുഷ്യന്റെ ശരീരം വെള്ളത്തില് നോർമലി താന്ന് പോകില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളുടെ ഈ ശ്വാസകോശം, ആമാശയം, വൻകുടൽ, ചെറുകുടൽ, ഇതിലൊക്കെ നമ്മൾ വെള്ളം കുടിച്ച് ഈ നമ്മളുടെ ആമാശയം നിറയാം. അപ്പോഴാണ് നമ്മൾ നീന്തലറിയാത്ത ഒരാളാകുമ്പോൾ ഈ വെള്ളം കുടിച്ച് അത് മുങ്ങി, അങ്ങനെയാണ് നമ്മൾ താന്നു പോകുന്നത്. പിന്നെ ഈ 65 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ നമ്മളുടെ ശരീരത്തിന്റെ ഈ ഇത് വായിച്ചോന്നറിയില്ല, 10 കിലോമീറ്റർ ഇല്ല. ഓക്കെ, പറഞ്ഞുതരാം. 2 പാലങ്ങൾ കടന്നു. ആയിക്കോട്ടെ, പറഞ്ഞുതരാം. അപ്പോൾ ഈ നമ്മൾ ഈ 65 വയസ്സെന്നൊക്കെ നമ്മുടെ അരക്ക് കീബോർഡുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വളരെയധികം 65 വയസ്സ് കഴിഞ്ഞ ആളുകൾ സാധാരണ ഈ മാംസല്ലേ, തൊടയുടെ ഇതിൻ്റെ നിന്ന് മാംസമൊക്കെ കുറഞ്ഞ അടിയിലേക്ക് ഭയങ്കരമായിട്ട് ശോഷിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് അവരെ മാംസം കുറവായിരിക്കും. പിന്നെ എല്ലിൻ്റെ ഉള്ളിലൊക്കെ മജ്ജ സാധനങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ അരയ്ക്ക് മേപ്പോട്ടായിരിക്കും അവർക്ക് പൊതുവെ ബോഡിയുടെ വയറ്. അപ്പോൾ അവരെ ആമാശയം, ശ്വാസകോശം, വൻകുടൽ, ചെറുകുടൽ, ഇതിൻ്റെ ഉള്ളിലൊക്കെ എയർ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ വെള്ളം ഉള്ളിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാലിൻ്റെ ഭാഗം ഒന്ന് താന്ന് കിടന്നിട്ട് ബാക്കി സൈഡ് ശരിക്കും പൊന്തി വരും. അപ്പോൾ ഒഴുക്കുള്ള കാരണം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് ഭാരമുള്ള ഭാഗമാണ് കാലിൻ്റെ കുറച്ച് എല്ലുള്ള ഒരു ഭാഗം കൂടുതലുള്ളതാണല്ലോ. അപ്പോൾ ഈ ഭാഗം അടിയിൽ ഇതിങ്ങനെ ഒഴുകി പോകുമ്പോൾ എപ്പോഴും ഈ ഭാഗം നമ്മുടെ ശ്വാസകോശം, വയറ്, ഈ ഭാഗങ്ങൾ മുഴുവൻ ശ്വാസം നിൽക്കുകയെന്ന് അറിയാം. ഇത് നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചെരിഞ്ഞ് പോവുക. അതിങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാണ് സത്യത്തിൽ. നേരെ മറിച്ച് അവരുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ജോൺ സേട്ടൻ ഒന്ന് പരീക്ഷിക്കണം എന്ന് തോന്നി. അപ്പോൾ നമുക്ക് ജോൺ സേട്ടനോട് ചോദിക്കാം. ജോൺ സേട്ടാ, ഈ രാവിലെ എണീറ്റ് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നതിൽ 10 കിലോമീറ്റർ ഈ ലേഡിക്കൊരു കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്താണ് ഇതിൽ അത്ഭുതം? ജോൺ സേട്ടാ, അതിന് കൊല്ലത്ത് ഒരു വാർത്തയുണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി. എന്നാണ് ഈ ശ്യാമള ചേച്ചി, അപ്പം ഇത് കൃത്യമായിട്ട് അപ്പം അങ്ങനെയൊന്നും അവർക്കുണ്ടാവില്ല. അവരെങ്ങനെ തന്നെ കണ്ണടച്ച് കിടന്നിട്ടുണ്ട്. അവരെന്താ ചെയ്യില്ല, ഭയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അനങ്ങാതെ കിടന്നു. കാരണം അത് താഴുന്നില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി പോവാണ്. അപ്പോൾ നല്ലൊരു രസമായിട്ടുള്ളൊരു പോക്കാ ഏത്. അപ്പോൾ അവർക്ക് താഴാത്തോടത്തോളം കാലം വിഷമിക്കണില്ല. അവരിങ്ങനെ പോയി ഇങ്ങനെ കുറേ ഇങ്ങനെ പോയി. 10 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറോളായി. അപ്പൊ അവര് ആ കെടുപ്പില് ഇങ്ങനെ പോയിക്കൊണ്ട് അവരുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, താഴുന്നില്ല, എന്തായാലും രക്ഷപ്പെടും, എങ്ങനെയും രക്ഷപ്പെടും. തൃശ്ശൂർ എന്ന് പറയുകയാണെങ്കിൽ പുതുക്കാടും കഴിഞ്ഞു. അതെ, കടന്നുപോയി. തന്നെ നമ്മുടെ ബീച്ച് ഡാമിൽ മനസ്സിലായി, ഞാൻ കോളേജിലെ സംഭവം എല്ലാവർക്കും സങ്കടം. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം സാറിന് മനസ്സിലാവും. ഈ ഇത് പറയുന്ന നമ്മുടെ ശ്യാമളമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഈ നീന്താൻ ഇറങ്ങുന്ന നല്ല നീന്തൽ അറിയുന്ന വ്യക്തികൾക്ക് ഈ പ്രോസസ്സിൽ വെള്ളത്തിൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് ഇവര് മുങ്ങി താഴ്ന്ന പ്രോസസ്സ് തുടങ്ങിയ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റും? അതല്ല, ഒന്നാമതന്നെ ഇപ്പൊ ഈ ചേച്ചിയുടെ ബോഡിയുടെ ഇത് പറഞ്ഞല്ലോ, 65 വയസ്സ്. അപ്പൊ ആ ബോഡിയുടെ ചെറുപ്പക്കാരൊക്കെ സംബന്ധിച്ചാലേ അവരുടെ കാല് ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വയറും കാര്യങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ അവരുടെ മേല് കൂടുതൽ എന്ന് പറയാ, ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൻ ഈ ഗ്യാസ് ഇങ്ങനത്തെ ഇതുകൾ തന്നെ കുറവായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ഈ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അവർ ഈ ചേച്ചിയുടെ അവസ്ഥയല്ലെന്ന് കൂടുതൽ സ്വാഭാവികമായിട്ട് ഇതിൽ ആ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ചില വ്യക്തികൾ ഇപ്പോൾ താങ്കൾ വെള്ളത്തിൽ ഇറങ്ങിച്ചാൽ താന്നു പോകണമെന്നില്ല. ചെറിയ ഒരു എയർ എടുത്തെങ്കിൽ നിങ്ങൾ താഴില്ല. കാരണം നിങ്ങളുടെ കാലിൻ്റെ ബോഡിയുടെ ഷേപ്പ് വെച്ചിട്ട് ചാൻസ് കുറവാണ്. ഓക്കെ, ഞാൻ ആ പ്രധാന ചോദ്യം ചോദിക്കുകയാണ്. നമ്മളെ
നോർത്ത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ പുണ്യ നദികളിൽ നിന്നും അല്ലെങ്കിൽ ഹിമാലയ സാനുക്കളുടെ അടുത്തുള്ള ധാരാളം ദിവ്യന്മാര്, അത് ഒരു മതത്തിന്റെ മാത്രമല്ല എല്ലാ ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ അവര് വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച് അവരുടെ ഗംഗയുടെ മുകളിലും അതുപോലെ നദികളുടെ മുകളിലും ഇങ്ങനെ നിൽക്കുന്നതും ആൾക്കാര് വളരെയധികം ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അത് ദിവ്യാത്ഭുതമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാവിലെ ഈ വാട്സപ്പിൽ അയക്കുന്ന നീന്തലും അത് താങ്കൾ ഒരുപാട് കാലം തപസ്സനുഷ്ഠിച്ച് നേടിയതാണ്. അതിന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. സത്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, വെള്ളത്തിൽ നമ്മൾ താഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നീന്തലറിയുന്ന ഒരാൾ ശ്വാസം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പൊന്തി തന്നെ കിടക്കും. അതാണ് എൻ്റെ സത്യം. അപ്പോൾ പിന്നെ ഈ പ്രായമുള്ള ഈ ദിവ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷേപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലൊക്കെ വണ്ണം കറിഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു ഷേപ്പ് അതിൻ്റെ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പൊന്തിയൊക്കെ എടുക്കുമോ, താഴില്ല അവരെ വായ. കാരണം അവരുടെ ഉള്ളിൽ ശ്വാസത്തിന് അവരുടെ ഉള്ളിലേ പൊതുവെ അവരുടെ ഷേപ്പ് തന്നെ ആ തരത്തിലാണ്. കാലൊക്കെ നോക്കി കഴിഞ്ഞാൽ പപ്പത്തണ്ട് പോലെയാണ് ഇരിക്കുന്നുണ്ടാവുക ആ പരുവത്തിൽ. അപ്പോൾ അവർ ശരിക്കും വെള്ളത്തിൽ താഴില്ല. പിന്നെ ശ്വാസം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ താഴില്ല. ഇതാണ് റിയലായിട്ട് കാര്യം. പിന്നെ അവര് എപ്പോഴും ദിവ്യന്മാരെ കുറിച്ച് പറയുമ്പോഴും താങ്കളെ പോലെ ഇത്രയധികം തടിയും ഇതുള്ള ഒരാളെ എങ്ങനെയാണ് വെള്ളത്തിൽ അല്ല അത് പിന്നെ വേറെ. പിന്നെ അവര് നമ്മൾ കിടുമ്പോൾ ട്രൗസർ അല്ലെങ്കിൽ ഷെഡ് ഇട്ടിട്ട് തന്നെ നമ്മൾ കിടക്കും കഴിഞ്ഞാൽ അത്രയും ശ്വാസം എടുത്ത് തന്നെ സ്ട്രെങ്ത്തില്. പക്ഷെ അവര് എപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രസ്സ് അവരെ ആ ഉടുപ്പിലൊക്കെ ഉള്ള എയർ ഉണ്ടാവുന്നു. അപ്പൊ അവർക്ക് വളരെ ഈസിയാണ്. സത്യത്തില് അതൊരു ദിവ്യത്തല്ല, ഒരു ദിവ്യത്തല്ല. അദ്ദേഹം ജോൺ ചേട്ടൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദിവ്യത്വത്തിന്റെ ആവശ്യമൊന്നുമില്ല വെള്ളത്തിന് മുകളിൽ കിടക്കാൻ. അത് വളരെ സ്വാഭാവികമായുള്ള ഒരു പ്രോസസ്. ആർക്കും പറ്റും. നീന്തൽ അറിയാത്ത ആൾക്ക് ശ്വാസം പിടിച്ച് കിടന്ന താഴെ, നീന്തൽ അറിയാത്ത ആൾക്ക് പോലും അറിയുന്നതാണ് പറ്റുന്നൊരു കാര്യമാണ്. അപ്പൊ ഇത് വലിയൊരു നമ്മളൊരു കാര്യം ചെയ്തോ, വെള്ളത്തിലേ ശ്വാസം പിടിച്ചിട്ടൊന്ന് മുങ്ങി ഇരുന്ന് നോക്ക് എന്താ സംഭവിക്കാന്ന്, തന്നെ പൊന്തി വരും. Mia. ഞാൻ അവിടെ കിടന്നിട്ട് Ya, porque vas a